ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ ഒരു കേവല യുക്തി എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്മർദ്ദവുമായി രംഗത്ത് വന്നത് എന്ന നിലയ്ക്ക് ഒരാരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷെ എന്തിനാണ് ഇ ഡി അന്വേഷണത്തെ എതിർക്കുന്നത്? ഇതിൽ കള്ളപ്പണിയുടെ ഭാഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ്. നേരത്തെ ശ്രീ മഹേഷ് പണിക്കർ പറഞ്ഞതുപോലെ അന്നത്തെ സ്വർണ്ണവില വെച്ച് നോക്കുകയാണെങ്കിൽ 10-15 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു കൊണ്ടുപോകാൻ വേണ്ടി ഇത്ര വലിയ ഗൂഢാലോചനയും ഇത്ര വലിയ സംഘബോധവും ഒന്നും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇതിന്റെ വിശ്വാസമൂല്യം കൊണ്ട് വലിയ തരത്തിലുള്ള സാമ്പത്തിക തിരിമറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 18 ലക്ഷം രൂപ പോറ്റിക്ക് അവിടെ ചെലവുണ്ട്. അപ്പോൾ 15 ലക്ഷം രൂപയുടെ സ്വർണം കട്ടുകൊണ്ടുപോയി 18 ലക്ഷം രൂപ അവിടെ ചെലവഴിക്കില്ലല്ലോ. 18 ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി അന്നദാനം അടക്കമുള്ള ഈ നേർച്ചകളടക്കമുള്ള കാര്യങ്ങളിൽ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ഇരട്ടി അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടാകണം? സ്വാഭാവികമാണ് അതിൽ പണമിടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇ ഡി അന്വേഷണവുമായി വരുമ്പോൾ എന്തിനാണ് അതിനോട് വിമുഖത? അല്ല, ആർക്കാണ് വിമുഖത എന്നുള്ളതെന്ന് പറഞ്ഞാൽ മതി. അതിനെ സംബന്ധിച്ചെന്നാൽ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായുള്ളൊരു വസ്തുത, യാഥാർത്ഥ്യം ഒന്നുകിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ ബോധപൂർവം മറച്ചു വെച്ചോ ആണ് എപ്പോഴും ഏതാണ്ട് എല്ലാ ചാനലുകളിലും ആൾക്കാർ വർത്തമാനം പറയുന്നത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഈ ഭരണഘടനാപരമായി ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്, നമുക്കെല്ലാം അറിയാമല്ലോ. പിന്നെ സെക്കുലറാണ് കൺട്രി. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരുകൾക്കോ ഒരു മതസംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായങ്ങളുടെയോ ഏതെങ്കിലും ജാതികളുടെയോ ഒരു ആരാധനാലയങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ 1949 കവനൻ്റ് പ്രകാരം ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ സംസ്ഥാന സർക്കാരിനോ യൂണിയൻ ഗവൺമെൻറ്റിനോ ഇത് ചെയ്യാൻ കഴിയില്ല. ബി ജെ പിക്കാർ അറിയാതെ വിളിച്ചു പറയുന്ന, പലപ്പോഴും ആക്രോശിക്കുന്ന ഒരു കാര്യം, ഇത് ഇപ്പോൾ ഞങ്ങളങ്ങ് ശരിയാക്കി കളയും. എങ്ങനെ? കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും? അത്രേ നടക്കില്ല സാർ. നിലവിലൊരു ഭരണഘടന രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം ബി ജെ പിക്ക് എന്നല്ല ഒരു പാർട്ടിക്കും ഏറ്റെടുക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡായിട്ട് തന്നെ നിലനിൽക്കും. കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ, മറ്റ് സംസ്ഥാനങ്ങൾ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരമുള്ള സംവിധാനങ്ങൾ. അതങ്ങനെയാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. അതെങ്കിലും മിനിമം ഒന്ന് മനസ്സിലാക്കി വേണ്ട വർത്തമാനം പറയാൻ. ഒന്ന്. രണ്ടാമത്, ഇവിടെ പിന്നെ ഹൈക്കോടതി തന്നെ ഈ കഴിഞ്ഞ ദിവസം കേസെടുത്തപ്പോൾ പറഞ്ഞല്ലോ, ഇ ഡി അപേക്ഷിച്ചു, അവർ അപേക്ഷ വെച്ചു, ഞങ്ങൾക്ക് റാന്നി കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ല സംഗതി, അതിന് FIR കിട്ടിയിട്ടില്ല, അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ശരി, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ, അവിടെ വീണ്ടും അപേക്ഷ സമർപ്പിക്കൂ. പക്ഷേ പിന്നെ SITയുടെ അന്വേഷണങ്ങൾക്ക് ഇടപെടൽ നടത്താൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും വലിയ ഈ പിന്നെ അഭിപ്രായമൊന്നും ഹൈക്കോടതി പറയേണ്ടതില്ലല്ലോ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് റാന്നി കോടതി പറഞ്ഞത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് അതിന്റെ FIR അടക്കമുള്ള വിവരങ്ങളെല്ലാം അതിലൊരു രഹസ്യ സ്വഭാവമുള്ളത് കൊണ്ട് ഇ ഡിക്ക് കൈമാറാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഹൈക്കോടതി പറയുന്നത് ഈ അന്വേഷണത്തിൽ ഇടപെടാതെ വേണം നിങ്ങൾ ഈ FIR കളക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. ഞാനും അത് തന്നെ ഉദ്ദേശിച്ചുള്ളൂ. അത് തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. തന്നെയാണ് മാധു, അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയത്. അല്ല, പക്ഷെ ആ ഇ ഡി അന്വേഷണത്തെ കുറിച്ചുള്ള അഭിപ്രായം തേടുമ്പോൾ ഹൈക്കോടതി ഇ ഡി അന്വേഷണത്തെ കുറിച്ചുള്ള അഭിപ്രായം തേടുമ്പോൾ സർക്കാരിന് അതിൽ വിരുദ്ധാഭിപ്രായമാണ്. ഇ ഡി അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ് സർക്കാർ നിലപാട്. സർക്കാർ അങ്ങനെ എവിടെയും നിലപാട് പറഞ്ഞില്ലല്ലോ. സർക്കാർ എവിടെയാണ് ഇ ഡി അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞത്? സർക്കാർ കോടതിയിൽ നിലപാട് പറഞ്ഞു. അല്ല, സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഒരു അന്വേഷണം വേണ്ടി പാടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ട് അപ്പോഴാണ് കോടതി ഇടപെട്ട് പറയുന്നത്. സൈമൾട്ടേനിയസ് അല്ല അന്വേഷണം. ഇത് ഈ SITയുടെ അന്വേഷണത്തിൽ അതിന് വിഘാതം ഉണ്ടാവാത്ത തരത്തിൽ വേണം നിങ്ങളുടെ അന്വേഷണം നടത്താൻ. കാര്യം അവർക്ക് ഈ പിന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണല്ലോ അവരുടെ കേസ് കെട്ട്. അത് അന്വേഷിച്ചോട്ടെ. കള്ളപ്പണം വെളുപ്പിക്കലുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ പിന്നെ ഇ ഡിക്കുള്ള സ്കോപ്പുള്ളൂ. അതന്വേഷിച്ചോട്ടെ. അതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണ ഇ ഡിയുടെ ചില നീക്കുപോക്കുകളും ഇടപെടലുകളും ഒക്കെ ഉണ്ടല്ലോ, പലതും കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ.
അടുത്ത കാലത്ത് വരെ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടിരിക്കുന്നത്, എന്തൊക്കെ നാടകങ്ങളാണ് നടത്തുന്നത്. അതൊക്കെ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമെന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നാട്ടുകാർ ഇഡി ഒരു കേസിൽ ഇൻവോൾവ് ചെയ്യണമോ എന്നുള്ളത് ഇഡിയുടെ ട്രാക്ക് റെക്കോർഡ് വെച്ച് നമുക്ക് വിവേചനാധികാര പ്രകാരം പറയാനൊന്നും കഴിയില്ല. നമുക്ക് അഭിപ്രായം രേഖപ്പെടുത്താം രാഷ്ട്രീയ വേദികളിൽ. അതിനപ്പുറത്ത് ഇഡി മുൻപ് അന്വേഷിച്ച കേസുകളിലൊക്കെ സ്വീകരിച്ച നിലപാട് ഇതാണ്. അതുകൊണ്ട് ഇത് ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാരിന് പറയാൻ കഴിയില്ല. സൈമൾട്ടേനിയസ് ആയിട്ടൊരു അന്വേഷണം എന്ന നിലയ്ക്ക് അതിനെ കാണാനും കഴിയില്ല. കാരണം ഇതിന്റെ രണ്ടിന്റെ പരിഗണനാ വിഷയങ്ങൾ രണ്ടാണ്. ഇത് അറിയാത്ത സംവിധാനമല്ല സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാനല്ല, അതുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ അന്വേഷിക്കാനാണ് ഇഡി വരുന്നത് എന്ന മിനിമം വിവരം സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. അല്ല മാധു, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ഇത് അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ അല്ലാതെ ഈ കേസ് SITയുടെ കേസ് ഹൈക്കോടതിയുടെ കീഴിൽ SIT കേസ് അന്വേഷിക്കുന്ന കാലത്തോളം EDക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? അത് സർക്കാരിൽ ആർക്കെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? സാധാരണക്കാരായ നമുക്ക് പോലും അത് മനസ്സിലാവില്ലേ? പിന്നെയാണോ ഭരണാധികാരികൾക്ക് അത് മനസ്സിലാവാത്തത്? അതവിടെ നിൽക്കട്ടെ. ഈ ഒരു പാരലൽ അന്വേഷണം ഒന്നും EDക്ക് നടത്താൻ കഴിയില്ല. അത് വേറെ കാര്യം. ഈ SITയുടെ അന്വേഷണത്തിൽ ഇടപെടാതെ അന്വേഷണത്തിന്റെ സാധ്യത അങ്ങനെ ഒരു നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ നൽകേണ്ട കാര്യം തന്നെയില്ല. കാരണം ഇതിൽ പാരലൽ അന്വേഷണം സാധ്യമല്ല. EDയുടെ ജൂറിസ്ഡിക്ഷൻ അതുമായി ബന്ധപ്പെട്ടതല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ EDക്ക് കഴിയില്ല. അതുപോലെ അതുമായി ബന്ധപ്പെട്ട പണമിടപാട് അന്വേഷിക്കാൻ SITക്കും കഴിയില്ല. ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ സർക്കാരിന് അതിലൊരു അങ്ങനെ ഒരു ഇനി ഇപ്പൊ ED അതിൽ അന്വേഷിച്ച് കളയുമോ എന്ന് ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. അല്ല, അങ്ങനെ അന്വേഷിച്ച് കളയുമെന്ന് ഇവിടെ ആരും വേവലാതിപ്പെടുന്നില്ലാന്നേ. താങ്കൾ അങ്ങനെ അനാവശ്യമായ ഉത്കണ്ഠ സർക്കാരുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തെളിവുകളൂടെ പറയണം. ഉത്കണ്ഠയുണ്ട് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിനാണ് എതിർക്കുന്നത് എന്നേ ചോദിച്ചുള്ളൂ. ഉത്കണ്ഠയുണ്ട് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞില്ല. സർക്കാരിന് എന്തെങ്കിലും മറയ്ക്കാനുണ്ടെന്നോ വഴിയേൽക്കാനുണ്ടെന്നോ ഉത്കണ്ഠയുണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിലപാട് പറയല്ലേ ചെയ്യുന്നത്. അത് ശരി, അന്വേഷണം വേണമെന്ന് ചോദിക്കുമ്പോഴത്തെ നിലപാട് വേണ്ട എന്നാണെങ്കിൽ അത് ശരി. അല്ല ശ്രീ ജയേന്ദ്രൻ, അതായത് അന്വേഷണം വേണോ വേണ്ട, അതൊരു നിലപാട് പറച്ചിലാണ്. അതേസമയത്ത് തന്നെ അന്വേഷണത്തോടുള്ള എതിർപ്പുമാണ്. അങ്ങനെയല്ലല്ലോ, ഇങ്ങനെ അർത്ഥം പറഞ്ഞാലേ. അല്ല, അങ്ങനെയല്ലല്ലോ. പിന്നെ ഈ അടച്ചിട്ട മുറിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റ് നിലപാട് എന്താണെന്നുള്ളത് ആരായുമ്പോൾ ഇത് വേണ്ട എന്നല്ലല്ലോ പറഞ്ഞത് പ്രോസിക്യൂഷൻ, അല്ലെങ്കിൽ ഗവൺമെന്റ് വിഭാഗം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇത് അതിന്റെ പാരലായിട്ട് അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബെഞ്ച് തന്നെ വ്യക്തമാക്കിയത് അങ്ങനെ പാടില്ല. പ്രോസിക്യൂഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ പാരലായിട്ട് അന്വേഷണം പാടില്ല, SITയുടെ അന്വേഷണത്തെ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ അവർ റീട്രേറ്റ് ചെയ്തിട്ടുമുണ്ട്. സ്പെഷ്യൽ ബെഞ്ച് അതാണ് ചെയ്തിട്ടുള്ളത്. അതിനെന്താ തകരാറെന്താ? ശരി, അല്ല അതിന് തകരാറൊന്നുമില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഹൈക്കോടതിക്ക് നിങ്ങൾ പൊയ്ക്കോളൂ കിട്ടും എന്ന നിലയ്ക്ക് പറയേണ്ടി വരില്ലായിരുന്നു. അത് FIR വിട്ടുകൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന ഹൈക്കോടതിക്ക് നിലപാടെടുക്കേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ തകരാറില്ലായിരുന്നു എങ്കിൽ വീണ്ടും കോടതിയിലേക്ക് ചെല്ലൂ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഹൈക്കോടതിയുടെ എതിർപ്പുണ്ടാകും എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവിടെ FIRന്റെ പകർപ്പ് കൊടുക്കുന്നതിൽ വിമുഖത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയിലേക്ക് അത് വരുമ്പോൾ ഹൈക്കോടതി ED അന്വേഷണത്തിനുള്ള വഴി തുറക്കുകയാണ് ചെയ്തത് എന്നാണ് ഞാനും പറഞ്ഞത്.